വയനാട്ടിൽ സൈക്കിളിൽ നിന്ന് വീണ് പരിക്കേറ്റ ആദിവാസി ബാലന്റെ ജീവൻ നഷ്ടമായത് ആശുപത്രിയിലെത്താൻ വൈകിയത് കാരണമാണെന്ന് രക്ഷിതാക്കൾ. ദേശീയപാതയിൽ നിരവധി വാഹനങ്ങൾക്ക് കൈ കാണിച്ചിട്ടും നിർത്തിയില്ല എന്നും ഇവർ പറയുന്നു. സ്ഥലത്തെത്തിയ ഹൈവേ പോലീസ് ആംബുലൻസിനു വേണ്ടി കാത്തുനിന്നതായും ആരോപണം ഉയരുന്നുണ്ട്. മുത്തങ്ങ പൊൻകുഴി കാട്ടുനായിക്ക ഉന്നതിയിലെ മനുവാണ് കഴിഞ്ഞ ചൊവ്വാഴ്ച സൈക്കിൾ മരത്തിനിടിച്ച മരണമടഞ്ഞത്. ഉന്നതിയോട് ചേർന്ന വനത്തിൽ സൈക്കിൾ ഓടിച്ച് കളിക്കുന്നതിനിടെ മനുവിന് പരിക്കേറ്റ വിവരം കൂട്ടുകാരാണ് പിതാവിനെ അറിയിച്ചത്. ഓടിയെത്തിയപ്പോൾ രക്തം വാർന്ന അവശനായി മരച്ചുവട്ടിലിരിക്കുകയായിരുന്നു മനു. ദേശീയപാതയിലൂടെ പോകുന്ന നിരവധി വാഹനങ്ങൾക്ക് കൈകാട്ടിയെങ്കിലും ആരും നിർത്തിയില്ലെന്ന് മനുവിന്റെ പിതാവ് ബിനു പറയുന്നു. 108 ആംബുലൻസിൽ 1.5 മണിക്കൂറിന് ശേഷമാണ് ആശുപത്രിയിലെത്തിയത്. നേരത്തെ എത്തിച്ചിരുന്നുവെങ്കിൽ ജീവൻ രക്ഷിക്കാൻ കഴിയുമെന്നായിരുന്നു ആശുപത്രി അധികൃതർ പറഞ്ഞത്. അവിടുന്ന് പോയി എത്തിയിട്ട് തന്നെ ഡോക്ടറിനോട് ട്രീറ്റ്മെന്റ് എടുക്കാൻ പറഞ്ഞു. പക്ഷെ അവർ ഇവിടുന്ന് പെട്ടെന്ന് ട്രീറ്റ്മെന്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ശരിയാണ്. പക്ഷെ അവിടെ നിന്ന് എന്തായാലും അവർക്കുള്ള ഡ്യൂട്ടി അല്ലേ അത്. അവർ ചോദിക്കേണ്ടത് അത് ഇവിടുന്ന് എങ്ങനെ വീണ, എങ്ങനെ സംഭവിച്ചെന്നൊക്കെ ചോദിച്ചു. അന്നേരത്തിൽ എനിക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം കുഞ്ഞിന്റെ ഒരു ഭയങ്കര സങ്കടമായിപ്പോയി. വിഷയത്തിൽ ഹൈവേ പോലീസിനെതിരെയും പരാതി ഉയർന്നിട്ടുണ്ട്. സ്ഥലത്തെത്തിയ പോലീസ് സ്വന്തം വാഹനത്തിൽ കുട്ടിയെ ആശുപത്രിയിലെത്തിക്കാതെ ആംബുലൻസിനായി കാത്തുനിന്നതായാണ് ആരോപണം. എന്നാൽ വീഴ്ചയുണ്ടായിട്ടില്ലെന്നും പോലീസ് വാഹനമെത്തി 8 മിനിറ്റിനകം ആംബുലൻസ് സ്ഥലത്തെത്തിയെന്നുമാണ് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ട്. ആ സമയത്ത് കുട്ടി സംസാരിച്ചിരുന്നതായും പോലീസ് പറയുന്നു. മാതൃഭൂമി ന്യൂസ്, വയനാട്.